അല്ലമീൻ കാർ കയറ്റി കൊന്നവർ പിടിയിലാവുകയാണ്. എന്തായിരുന്നു അവരുടെ മോട്ടീവ് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കൊല്ലാൻ തീരുമാനിച്ചു, പക്ഷേ കൊല്ലാൻ തീരുമാനിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ് മീൻ? സുജയ്, ഇന്നലെ വൈകുന്നേരം 3 മണിക്ക് റാന്നി ബിവറേജസിന് മുന്നിൽ വെച്ച 2 സംഘാംഗങ്ങളിലെ 2 പേർ തമ്മിൽ ചീത്തവിളി ഉണ്ടാകുന്നു. എന്തിനാണ് ചീത്ത വിളിച്ചത് എന്ന് സംബന്ധിച്ച വ്യക്തത വന്നിട്ടില്ല. ഏതോ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്പരം അസഭ്യം പറയുകയും ചീത്തവിളിയും ഉണ്ടാകുന്നു. ഇതിനെ തുടർന്ന് 2 പേരും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഈ അടിച്ചത് കൊല്ലപ്പെട്ട അമ്പാടിയുടെ സുഹൃത്തും മിഥുൻ, ഒപ്പം കൊലയാളി സംഘത്തിലെ അജോ, ഇവർ 2 പേരായിരുന്നു ഈ ചീത്ത വിളിക്കുന്നതും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയതും. അങ്ങനെ അമ്പാടിയുടെ സുഹൃത്തായ മിഥുൻ ഈ അജോയെ കാര്യമായി മർദ്ദിക്കുന്നു. പിന്നീട് അജോയും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവർ മിഥുനെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഫോൺ മുഖേന ഇവർ വെല്ലുവിളി തുടരുന്നു, പോർവിളി തുടരുന്നു. അങ്ങനെ പിന്നീട് ഇതിനു ശേഷവും ഒരു സംഘർഷം മന്ദമരുതിയിൽ വെച്ച് ഉണ്ടാവുകയും ചെയ്യുന്നു. ആദ്യമുണ്ടായ സംഘർഷത്തിൽ പക്ഷേ കൊല്ലപ്പെട്ട അമ്പാടി ഉണ്ടായിരുന്നില്ല. രണ്ടാമത് മന്ദമരുതിയിൽ നടന്ന സംഘർഷത്തിൽ അമ്പാടിയും ഉൾപ്പെട്ടിരുന്നു. ഇങ്ങനെ ഫോൺ വിളിച്ചും മറ്റും ചീത്തവിളിയും അതുപോലെ തന്നെ പോർവിളിയും വെല്ലുവിളിയും ഒക്കെ തുടരുന്നതിനിടെയാണ് ഈ കൊലപ്പെടുത്തിയ സംഘം വാഹനവുമായി വരുമ്പോൾ വഴിയരികിൽ അമ്പാടി ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുന്നത്. അങ്ങനെ കാർ ഇടിക്കുകയായിരുന്നു. കൊല്ലാൻ വേണ്ടി തന്നെ കാർ ഇടിച്ചു കയറ്റിയതായാണ് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തു എന്നുള്ളതാണ് അവർ പറയുന്നത്. അമ്പാടിയുടെ ശരീരത്തിലൂടെ കാർ കയറി ഇറങ്ങി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. വാരിയെല്ലുകൾക്ക് പൊട്ടലുണ്ട്, ഇടുപ്പെല്ലിന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്തത്. ഒളിവിൽ പോയ 4 പ്രതികളെയും എറണാകുളത്ത് നിന്നും പിടികൂടിയിരിക്കുകയാണ്.